സൂഫികളെപ്പോലെ ഷിയാക്കളും ഈ വിഷയത്തിൽ സ്ഖലിതമായ ചിന്തകളും തെറ്റായ വീക്ഷണങ്ങളും വെച്ച് പുലർത്തുന്നുണ്ട്. ഷിയാക്കളും സൂഫികളും ഒരേ നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ്. പക്ഷേ ഒരു കൂട്ടർ ഉള്ളിലാണ്, മറ്റൊരു കൂട്ടർ പുറത്താണ്. കൂടുതൽ പേടിക്കേണ്ടത് ഉള്ളിൽ നിന്ന് ഇത് തുരക്കുന്നവനെയാണ്. ഏതായാലും ഷിയാക്കളുടെ വിശ്വാസം എന്താ? ഉസൂലുൽ കാഫി ഷിയാക്കളുടെ ആധികാരിക ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥത്തിൽ ഷിയ ഇമാമുമാർക്ക് മാത്രമാണ് ഇസ്മുല്ലാഹിൽ ആളം അറിയുക എന്നുള്ളതാണ് അവരുടെ ധാർഷ്ട്യം. ഒരധ്യായത്തിൻ്റെ പേര് തന്നെ ഉസൂലുൽ കാഫിയിൽ മാ ഉഅ്തിയൽ അയിമ്മത്തു അലൈഹിമുസ്സലാം മിൻ ഇസ്മില്ലാഹിൽ ആളം, ഇമാമുമാർക്ക് അള്ളാഹു ഇസ്മുൽ ആളം നൽകിയതിനെക്കുറിച്ച് പറയുന്ന അധ്യായം എന്നാണ്. ഷിയ പണ്ഡിതനായ അൽ മജ്ലിസി ബിഹാറുൽ അൻവാർ എന്ന അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ, കുറേ വാള്യങ്ങളുള്ള ഗ്രന്ഥമാണ്, അതിൻ്റെ 27ാമത്തെ വാള്യത്തിൽ ഇസ്മുൽ ആളമിനെക്കുറിച്ച് പറയുന്നത് ഇസ്മുല്ലാഹിൽ ആളം 72 അക്ഷരങ്ങളാണ്. 72 അക്ഷരങ്ങളാണ്. അതിൽ ആസഫ് ഇബ്നു ബർഖിയയുടെ കയ്യിൽ ഒരക്ഷരം ഉണ്ടായി. ഇസ്മുല്ലാഹിൽ ആളം, ഇത് ഷിയാക്കളുടെ ബഡായിയാണ്. ഇസ്മുല്ലാഹിൽ ആളം 72 അക്ഷരങ്ങളാണ്. അതിൽ ആസഫ് ഇബ്നു ബർഖിയയുടെ കയ്യിൽ ഒരക്ഷരം ഉണ്ടായിരുന്നു. ആരാ ഈ ആസഫ് ഇബ്നു ബർഖിയ? കേരളക്കാർക്ക് പരിചയമില്ലാത്ത പേരല്ല അത്. ആരാ? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കാലത്ത് സബയിലെ രാജ്ഞി ബൽഖൈസിൻ്റെ സിംഹാസനം കൊണ്ടുവന്നത് ആരാ? ഖാലല്ലദീ ഇൻദഹു ഇൽമു മിനൽ കിതാബ്, വേദത്തിൽ പരിജ്ഞാനമുള്ള വ്യക്തി പറഞ്ഞു, ഞാനത് കൊണ്ടുവരാം. അന ആതീക ബിഹി ഖബ്ല അൻ യർതദ്ദ ഇലൈക തറഫുക്, നിങ്ങളുടെ ഇമ വെട്ടി തീരുന്നതിന് മുമ്പായിട്ട്, കണ്ണ് വെട്ടി ചിമ്മി തുറക്കുന്നതിന് മുമ്പ് ഞാനത് കൊണ്ടുവരാമെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഇതാരാണ് സബയിലെ രാജ്ഞിയുടെ സിംഹാസനം ഇങ്ങനെ കണ്ണിമ വെട്ടുന്നതിന് മുമ്പ് കൊണ്ടുവരാമെന്ന് പറഞ്ഞത്? അത് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വേദത്തിൽ ജ്ഞാനമുള്ള വ്യക്തിയാണ്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്, ജിന്നുകളുണ്ട്, മറ്റ് മനുഷ്യരൊക്കെ ഉണ്ട്. ആ സദസ്സിൽ ആരാ വേദത്തെക്കുറിച്ച് ജ്ഞാനമുള്ള വ്യക്തി? ഏറ്റവും കൂടുതൽ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. ഇഫ്രീത്ത് മിനൽ ജിന്ന് പറയാണ്, നിങ്ങൾ ഇരുന്നിടത്ത് എഴുന്നേൽക്കുന്നതിന് മുമ്പായിട്ട് ഞാനത് കൊണ്ടുവരാം. അപ്പോൾ അതിനെ വെല്ലുന്ന രീതിയിലുള്ള സംസാരമാണ്, പ്രതികരണമാണ്, കണ്ണ് വെട്ടി തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവരാം എന്ന് വേദത്തിൽ പരിജ്ഞാനമുള്ള വ്യക്തി പറഞ്ഞു എന്ന്. അതുകൊണ്ട് തന്നെ ഇമാം റാസിയെ പോലുള്ളതായ പണ്ഡിതന്മാർ പറഞ്ഞാൽ എന്താ? ആ കൊണ്ടുവന്ന വ്യക്തി സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമാണ്. കാരണം സുലൈമാൻ നബിക്കാണ് എന്ത് അവിടെ വേദത്തിൽ ജ്ഞാനമുള്ളത്. പക്ഷേ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ച് പ്രാർത്ഥിക്കുവാനും ദുആ ഇരക്കാനും തെളിവ് അന്വേഷിക്കുന്നവർ വിശുദ്ധ ഖുർആനിൽ കണ്ടൊരു തെളിവാണ്. അതൊരു വലിയായിരുന്നു. ആ വലിയിനോട് നടത്തിയ പ്രാർത്ഥനയാണ്. അങ്ങനെ വലിയാണ് അത് കൊണ്ടുവന്നത്. ആ വലിയിൻ്റെ പേര് എന്താ? അതാണ് ഈ ആസഫ് ഇബ്നു ബർഖിയ. യഥാർത്ഥത്തിൽ അവിടെ പ്രാർത്ഥനയില്ല, അവിടെ വിളിച്ചു തേട്ടമല്ല. പിന്നെയോ അതൊരു സംഭാഷണമാണ്. മുന്നിലുള്ള ആളോട് പറയാണ്, നേരിട്ട് പറയാണ്. ഒരു മറഞ്ഞ ചിന്തയോ അഭൗതിക ചിന്തയോ അല്ലാതെ പറയാണ്. ആരാണ് സബയിലെ രാജ്ഞി വരുന്നതിന് മുമ്പ് അവളുടെ സിംഹാസനം കൊണ്ടുവരാൻ മുന്നിലിരിക്കണോ അതിലോട്ട് പറയാണ്. അപ്പം ജിന്ന് പറയാണ്, ഞാൻ കൊണ്ടുവരാം. അപ്പോൾ സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, കണ്ണിമ വെട്ടി തുറക്കുന്നതിന് മുമ്പായിട്ട് ഞാനത് കൊണ്ടുവരാം. അവിടെ ഒരു ദുആയില്ല. അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കുന്ന ഒരു മസലയോ അതിനൊരു തെളിവോ അതിലില്ല. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അള്ളാഹു അല്ലാത്തവരോട് ദുആ ഇരക്കാൻ തെളിവുണ്ട് ഖുർആനിൽ, ഇതാ ഈ സംഭവം തെളിവാണെന്ന് പറയാതിരുന്നത്. ഏതായാലും ഷിയാക്കൾ പറയുന്നത് ഇസ്മുല്ലാഹിൽ ആളം 72 അക്ഷരമാണ്. അതിൽ ഒരക്ഷരം ആസഫ് ഇബ്നു ബർഖിയയുടെ കയ്യിലുണ്ടായിരുന്നു. അങ്ങനെ ആസഫ് ഇബ്നു ബർഖിയ ഇസ്മുല്ലാഹിൽ ആളം മുഴുവൻ പറഞ്ഞില്ല. പിന്നെ അതിലൊരക്ഷരം 72 അക്ഷരമാണ്. 72 അക്ഷരത്തിൽ ഒരക്ഷരം പറഞ്ഞപ്പോൾ ഭൂമി പിളർന്നു. അങ്ങനെ ഭൂഗർഭത്തിലൂടെ ആസഫ് ബിൻ ബർഖിയ
സബയിലെ രാജ്ഞിയുടെ സിംഹാസനം പിടിച്ചു വലിച്ച് അത് പെട്ടെന്ന് എന്ത് ചെയ്തു? സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ മുമ്പിൽ ഹാജരാക്കാൻ പറ്റി. ഇതാണ് ആര് പറയണത്? ഷിയാക്കൾ പറയണത്. കള്ളവാർത്തയാണ്. എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? വഇന്ദനാ നഹ്നു വല്ലാഹി ഇസ്നാനി വസബഊന ഹർഫ. ഇസ്മുല്ലാഹിൽ ആളമിൽ ഞങ്ങളുടെ അടുക്കൽ 72 അക്ഷരങ്ങളുണ്ട്. വഹർഫുൻ വാഹിദുൻ ഇൻദല്ലാഹി ഇസ്തഅ്സറ ബിഹി ഫി ഇൽമിൽ ഗൈബ്. ഇസ്മുല്ലാഹിൽ ആളമിൽ അള്ളാൻ്റെ അടുക്കൽ ഒരക്ഷരേ ഉള്ളൂ. അത് അള്ളാഹു അദൃശ്യ ലോകത്ത് തനിക്ക് മാത്രമാക്കി വെച്ചേക്കാണ് എന്നാണ്. അപ്പോൾ ഇവിടെ നിന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ, ഇസ്മുല്ലാഹിൽ ആളം 72 അക്ഷരം. ഈ ബിഹാറുൽ അൻവാർ എന്ന് പറയുന്ന മജ്ലിസിയുടെ ഗ്രന്ഥം ഷിയാക്കൾക്ക് അത് നിസ്സാര ഗ്രന്ഥമല്ല, അതവരുടെ അടിസ്ഥാന ഗ്രന്ഥമാണ്. മുമ്പ് പറഞ്ഞ ഉസൂലുൽ കാഫി നമ്മൾ ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരി കാണുന്നതിനേക്കാൾ മഹത്തായിട്ട് അവർ കാണുന്ന ഗ്രന്ഥമാണ്. ഇതൊക്കെ ഈ ഗ്രന്ഥങ്ങളൊക്കെ അതിൽ പെട്ടതാണ്. അപ്പോൾ അതിൽ പറയുകയാണ് 72 അക്ഷരമാണ് ഇസ്മുല്ലാഹിൽ ആളം. ഒരക്ഷരം അത് ആസഫ് ബിൻ ബർഖിയയുടെ കയ്യിലുണ്ടായിരുന്നു. അത് ഉച്ചരിച്ചപ്പോൾ സബയിലെ രാജ്ഞിയുടെ സിംഹാസനം പെട്ടെന്ന് എത്തിക്കാൻ പറ്റി. 72 അക്ഷരം ഞങ്ങളുടെ അടുത്താണ്. ഒരക്ഷരം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ അദൃശ്യ ലോകത്ത് അള്ളാഹു തനിക്ക് വേണ്ടി സൂക്ഷിച്ചിരിക്കുകയാണ്. ഇതാണ് ഷിയാ ജൽപ്പനം ഇസ്മുല്ലാഹിൽ ആളമിൻ്റെ പേരിൽ. പക്ഷേ ഇതൊക്കെ വിദണ്ഡങ്ങളാണ്, കേവലം തെളിവില്ലാത്ത ജൽപ്പനങ്ങളാണ്. ഇസ്ലാമിൽ നമ്മൾ ഇസ്മുല്ലാഹിൽ ആളം എന്ന അള്ളാഹുവിന് ഒരു മഹനീയ നാമമുണ്ട് എന്നുള്ളത് വിശ്വസിക്കൽ നിർബന്ധമാണ്. പ്രസ്തുത നാമം, അതിൻ്റെ മഹത്വം നമ്മൾ അറിയേണ്ടത് അനിവാര്യമാണ്. അതിൻ്റെ ഫലം മനസ്സിലാക്കലും അനിവാര്യമാണ്. കാരണം നമ്മൾ അതിൻ്റെ ഫായിദ എന്ത്, അതിൻ്റെ ഫലം എന്ത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി തെളിവ് വന്നിടത്ത് നമ്മൾ നിൽക്കുക. സഹിഹായി സ്ഥിരപ്പെട്ട ഹദീസുകളിൽ നമ്മൾ പരിമിതപ്പെടുക. പ്രാമാണികരായ പണ്ഡിതന്മാർ, സച്ചരിതരായ നമ്മുടെ മുൻഗാമികൾ എങ്ങനെ ഈ വിഷയം നമുക്ക് മനസ്സിലാക്കി തന്നോ അതിൽ നമ്മൾ തൃപ്തിപ്പെടുക എന്നുള്ളതാണ് കരണീയമായിട്ടുള്ളത്.